ഞാൻ ഈ വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ പെയിൻറ്റ് പണി, അതായത് വീട്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ഭാഗം കണ്ടല്ലോ, ഇതൊക്കെ കണ്ടോ, കബോർഡ് പോലെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ നമ്മളിതുപോലെ അടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കാൻ വരുന്ന സഹോദരങ്ങളൊക്കെ, അതുപോലെ തന്നെ വീട്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ വരുന്ന സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ അറിയാതെ മണ്ടയിലത്തെ നിലയിൽ കൂടെയൊക്കെ നടന്ന് ചിലപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ചവിട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു പെയിൻ്റ് അടിക്കാൻ വന്നൊരു സഹോദരൻ ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് വീട്ടിൻ്റെ ഒരു മുൻഭാഗത്തും കണ്ടാന്ന് തോന്നുന്നു, കയറി ഇങ്ങനെ നിന്ന് പെയിൻ്റ് അടിക്കാൻ നേരത്ത് ചവിട്ടിയത് ഇതേപോലത്തെ കട്ടിയില്ലാത്ത കബോർഡ്, ഇത് മൈക്ക് വെച്ച് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഇതിനെക്കുറിച്ച്. എനിവേ, ആ സഹോദരൻ ഇതേപോലെ പെയിൻ്റ് അടിക്കാനായിട്ട് ഇങ്ങനെ നിന്നതാണ്. ചവിട്ടിയത് ഇതുപോലെ ഒരു ഇതിനകത്തായിരുന്നു, ഈ കബോർഡ് പോലെ ഈ കട്ടിയില്ലാത്ത ഒരു വെള്ള പെയിൻ്റ് അടിച്ചിരിക്കും. ഇത് കോൺക്രീറ്റ്, ഇത് സിമെൻറ്റും മണലൊക്കെ വെച്ച് ഷെയ്ഡ് വാർത്തിരിക്കുന്നതാണെന്നേ തോന്നുന്നു, പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതേ തോന്നുന്നു, വാർത്തതിന് ശേഷം. അപ്പോഴിത് ചവിട്ടി നിന്ന് പെയിൻ്റ് അടിച്ച ആ സഹോദരൻ ഇതുപോലെ ഒറ്റ ചവിട്ടിയതേ ഉള്ളൂ. അതിൽ കൂടെ പൊട്ടി പൊളിഞ്ഞ് താഴെ വീണ് ആ സഹോദരനും കൂടെ തറയെ വീണു. എന്തായെന്നറിയില്ല. എന്തായാലും പെയിൻ്റ് അടിക്കാനൊക്കെ വരുന്ന സഹോദരങ്ങൾ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഉടമസ്ഥരുണ്ടെങ്കിൽ കൂടെ നിൽക്കുക, ജോലിക്കാരുടെ കൂടെയൊക്കെ ഒന്ന് നിൽക്കുക, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റിയോട് കൂടി വേണം ഇത്തരം വർക്കുകളൊക്കെ ചെയ്യാൻ. കാരണം നിങ്ങളുടെ ഓരോ ജീവൻ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ആ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ജീവനും ജീവിതവും എന്ന് പറയുന്നതും. നിങ്ങളൊരു തണലാണ്, നിങ്ങളൊരു ആശ്രയമാണ് ആ കുടുംബത്തിൻ്റെ. നിങ്ങളാണ് ആ ജോലിക്ക് വന്ന്, നിങ്ങളെ സഹോദരങ്ങളാണ് ആ കുടുംബത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കാര്യം ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട്. ഓക്കെ.